ഒരു ഇഷ്ടിക ചൂളയിലെ ഒരു ചായക്കടയിൽ നിന്ന് അൽസാജ് കിച്ചൻ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ബ്രാൻഡിൻ്റെ ഉടമയായ ഷിയാസ്കയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് ഷിയാസ്കയോട് ചോദിക്കാം. ഷിയാസ്ക, ഈ ഒരു ജീവിതയാത്ര ഷിയാസ്കനെ എന്താണ് പഠിപ്പിച്ചത്? ഒരു കാര്യത്തിൽ നമ്മൾ നേടണം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് നമുക്ക് നമ്മുടെ വിജയത്തിൽ എത്തിക്കണം എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ നമുക്ക് നേടാൻ പറ്റൂല എന്തും. അതാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെയുള്ള എനിക്ക് മനസ്സിലാക്കിയ കാര്യം. നമ്മൾ പ്രയത്നിക്കണം. നമ്മൾ കഠിനാധ്വാനം ചെയ്യാതെ ഒന്നും നേടാൻ പറ്റൂല. തകർന്നു പോവാം, ചിലപ്പോൾ നമ്മളൊരുപാട് കടത്തിലാവാം. അതൊന്നും നമ്മളിപ്പോൾ ചിലർ നമ്മൾ കേട്ടിട്ടില്ലേ, കടബാധ്യത ആത്മഹത്യ ചെയ്തു. ശരിക്ക് കൊറോണ കാലത്ത് ഫസ്റ്റ് കൊറോണ വരുമ്പോൾ 86 ലക്ഷം രൂപയോളം കടത്തിൽ നിന്ന ആളാണ് ഞാനന്ന് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ, കാരണം ഞാൻ നിവൃത്തിയില്ല എനിക്കത് വീട്ടാൻ. കൊറോണ കഴിഞ്ഞിട്ട് എന്താവുന്ന ഒരു പിടിയില്ല. ഞാൻ അന്ന് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ഭാര്യ, കുട്ടികൾ, എൻ്റെ വാപ്പ, ഉമ്മ, അനിയൻ എല്ലാവരും എന്തായി തീർന്നേനെ. അതെ, ഞാനന്നത് ചെയ്യാതെ ഞാൻ കൊറോണ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണ, ഞാനും അനിയനാണ്. അനിയൻ ഷെഫാ, അവനെ ഇല്യാസ്. ഞങ്ങൾ രണ്ടുപേരും, പിന്നെ എൻ്റെ കുറേ അനിയന്മാരുണ്ട് ഇപ്പോൾ. ഞങ്ങളെല്ലാവരും കൂടി രണ്ടാമത് ഇത് സ്റ്റാർട്ട് ചെയ്തു. ഇത് വിജയിച്ചു, മനസ്സിലായോ? അവിടെ നിന്നാണ് പിന്നെ ഞാൻ എൻ്റെ ബാധ്യതകളൊക്കെ തീർത്ത് ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ നിൽക്കണ നിങ്ങളെ ഷിയാസായത്. ഇത് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, അതിൽ ദൈവത്തിൻ്റെ ഒരു സഹായമുണ്ട്, കൈയുണ്ട്. പിന്നെ ഇവിടെ എന്നെ സ്നേഹിക്കണ ഇവിടെ വരുന്ന ആളുകൾ ഒരു 90% സന്തോഷമായിട്ടാണ് പോണ. അപ്പം അതൊക്കെ ഉണ്ട്. നമ്മൾ എന്നെക്കൊണ്ട് മാക്സിമം, ഞാൻ ഒരു മനുഷ്യനാണല്ലോ, എന്നെക്കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നതിൻ്റെ രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഫുഡാണ്, ചിലപ്പോൾ എല്ലാ ദിവസവും ഒരേപോലെ ആവില്ല. അതിൽ നമ്മൾ പരിഹാരം ചെയ്യാൻ തയ്യാറാണല്ലോ, മനസ്സിലായോ? മാക്സിമം നമ്മൾ നല്ല രീതിയിൽ തന്നെ കൊടുക്കാനും ഒക്കെ ശ്രമിക്കണം. അങ്ങനെ തന്നെ കൊടുക്കണം. പിന്നെ ഒക്കെ പഠിച്ചോൻ്റെ കയ്യിലാണല്ലോ. ഷിയാസ്ക, നേട്ടങ്ങൾ എന്ന് പറഞ്ഞല്ലോ, ഷിയാസ്കൻ്റെ ഈ ഒരു ആയുസ്സിൽ എന്തൊക്കെ നേട്ടങ്ങളാണ്? നേട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, 9 വയസ്സ് വരെ വൈക്കോപ്പേരെ കിടന്നവനാ ഞാൻ. എൻ്റെ ഉമ്മായും വാപ്പ ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ വാപ്പ ഒരു ട്രില്ലർ ഓടിക്കല. ട്രില്ലർ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഈ പാടത്ത് ഒഴുകണ പണ്ടൊരു ഇങ്ങനെ തള്ളിക്കൊണ്ട് നടക്കണ, കൈവച്ച് ഓടിക്കണ ഒരു സംഭവം, അത് ഓടിക്കല. അത് കഴിഞ്ഞൊരു എനിക്കൊരു 5 വയസ്സ് 6 വയസ്സൊക്കെ ആവുമ്പോഴാണ് ഇഷ്ടക്കളം തുടങ്ങണം. പരീദിക്കാന്നും പറഞ്ഞും സാദിയ പരീദെന്നും പറഞ്ഞും ഒരിക്ക ഇഷ്ടക്കളം തുടങ്ങണം. എനിക്കൊന്ന് വാപ്പ എടുത്ത് പറഞ്ഞ് അവിടെ ഒരു ചെറിയ ചായക്കട വേണം, ഈ പണിക്കാരിക്കൊക്കെ ഫുഡ് കൊടുക്കുക. അപ്പോൾ വാപ്പ പറഞ്ഞന്ന് ഞാനത് ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇഷ്ടക്കളം ആരംഭിച്ചതിൻ്റെ കൂടെയാണ് ഈ ചായക്കട സ്റ്റാർട്ട് ചെയ്യണം. അന്ന് ഉമ്മായും വാപ്പായും ആണ് ഈ ചായക്കടയിൽ നടത്തണം. രാവിലെ 5 മണിയൊക്കെ ആകുമ്പോൾ, അപ്പം എനിക്ക് 6 വയസ്സായപ്പോഴാണ് അനിയൻ ജനിക്കണം. ഞാൻ അവനെ കയ്യിൽ ഒക്കത്തിട്ട് എണ്ണയും പിടിച്ച് വെളുപ്പിനെ ഒരു 4:30 ആകുമ്പോൾ ഒരു ഇഷ്ടക്കളത്തിലേക്ക് പോകും. പിന്നെ ചായയും ഇതൊക്കെ. പിന്നെ രാത്രിയാണ് അവർ രണ്ടുപേരും തിരിച്ചു വരുന്നത്. അപ്പം അതാണ് നമ്മുടെ ജീവിതം. ഞാൻ അവിടെ നിന്ന് വന്നു. ചെറിയ കട ഗീരംകുന്നത്ത് തുടങ്ങി. അത് ഇഷ്ടക്കളം നിന്ന ടൈമിൽ വാപ്പ ചെറിയൊരു ഇഷ്ടക്കളത്തിൽ തുടങ്ങി. അത് കഴിഞ്ഞ് ജംഗ്ഷനിൽ, നമ്മുടെ തോട്ടുമൻ ജംഗ്ഷനിൽ തുടങ്ങി. അതിന് ഫാത്തിമാസ് ബിൽഡിങ്ങിലേക്ക് മാറ്റി അവിടെ തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിച്ചവനായിട്ട് തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. വീടുണ്ട്, വണ്ടിയുണ്ട്, മക്കള് 2 എണ്ണം, അനിയൻ്റെ ഫാമിലിയും ഹാപ്പി, ഉമ്മായും പാപ്പായും ഹാപ്പി, ഭാര്യയും എൻ്റെ കുട്ടികളും, പിന്നെ അതുപോലെ എൻ്റെ കൂടെ നിൽക്കണ അനിയന്മാർ കുറേ പേരുണ്ട്. അതൊക്കെ എൻ്റെ സമ്പാദ്യങ്ങളാണ്. പണമല്ല എൻ്റെ സമ്പാദ്യം, ബന്ധങ്ങളാണ് എനിക്ക് സമ്പാദ്യം. ഒരുപാട് പേര് ബന്ധങ്ങളുണ്ട്. ഞാൻ ബന്ധങ്ങളെ സ്നേഹിക്കണം, പണത്തെ അല്ല. ഞാൻ ഒരുപാട് കാശുകാരനൊന്നുമല്ല, മനസ്സിലായോ? ഞാനിത് ഒന്നും, ഞാൻ പറഞ്ഞില്ല, ഒരു 86 ലക്ഷം രൂപ കടം. ഇപ്പം നിലവിൽ ഇവിടെ ഇത് തുടങ്ങിയിട്ട് 5 കൊല്ലമായിട്ടുള്ളൂ. 5 കൊല്ലം. ഈ 5 കൊല്ലം കൊണ്ടും കോടിക്കണക്കിന് രൂപ ഒന്നും സമ്പാദിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഇറങ്ങി പിന്നെ എല്ലാവർക്കും റെസ്റ്റോറൻറ്റ് നടത്തിയപ്പോൾ ഞാൻ എൻ്റെ ബാധ്യതകളൊക്കെ തീർത്തു. അങ്ങനെ എനിക്ക് ഒരുപാട് പേര്, നമ്മൾ
നമ്മൾ നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറുക, നമ്മൾക്ക് സഹായിക്കാനാണെങ്കിലും നമ്മളോട് പെരുമാറാനാണെങ്കിലും ഒരുപാട് പേരുണ്ടാവും നല്ല രീതിയിൽ. എനിക്ക് അതേപോലെ ഒരുപാട് പേരെ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. കോയക്കാന്ന് പറഞ്ഞൊരു തങ്ങളുണ്ട്, പുള്ളിയുടെ വീടിൻ്റെ ആധാരമാണ് എനിക്ക് ഇതിൻ്റെ കടം തീർക്കാൻ വേണ്ടി പുള്ളി തന്നത്. മനസ്സിലായോ? കൊറോണ കഴിഞ്ഞപ്പോൾ ബാധ്യത പെട്ടെന്ന് കുറച്ച് പേര് പെട്ടെന്ന് ബാധ്യത കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത ബാപ്പായുടെ കൂട്ട് തന്നെ സ്ഥാനമുള്ളതാണ്. പുള്ളി പറഞ്ഞു എൻ്റെ വീടിൻ്റെ ആധാരം വെച്ച് നീ കൊടുത്തോടാന്ന് പറഞ്ഞു. കൊടുത്തു. അപ്പോൾ അതൊക്കെ ഞാൻ വീട്ടിൽ ഞാൻ വീട്ടി. അപ്പോൾ അതാണ് ഞാൻ പറയാം, നമ്മൾക്ക് ഒരുപാട് സഹായങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇക്ക പറഞ്ഞല്ലോ 86 ലക്ഷം രൂപ കടമുള്ളപ്പോൾ ഒരു വ്യക്തിയുടെ വീടിൻ്റെ ആധാരമാണ് എടുത്തു തന്നത്. അത് എല്ലാവരും തരുന്നൊരു കാര്യമല്ല. അല്ല അത് തരാൻ മാത്രം അദ്ദേഹത്തിന് ഇക്കാനോടുള്ള ഒരു ഇഷ്ടവും സ്നേഹവും അത് അദ്ദേഹത്തിന് തോന്നാൻ മാത്രം ഇക്കയുടെ അടുത്ത് നിന്ന് എന്താണ് ഉണ്ടായെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അത് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ട കോയക്ക എല്ലാവരും നന്നായി കിടക്കണമെന്ന് ആഗ്രഹിക്കണ ഒരാളാണ്. ഒരു കയ്യിലില്ലെങ്കിൽ പോലും ആരെങ്കിലും പോയി ചോദിച്ചാൽ അത് അത്യാവശ്യമാണെന്ന് കണ്ട പുള്ളി അത് എവിടെന്നെങ്കിലൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരാളാണ്. മനസ്സിലായോ? അപ്പോൾ ഞാനിത് സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് ഞാൻ മൂപ്പരുടെ അടുത്ത് ഇങ്ങനെ എൻ്റെ അഭിപ്രായം ചോദിച്ച്, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എടുത്തോടാന്ന് പറഞ്ഞു. മനസ്സിലായോ? അങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ആദ്യം പറയണത് അയക്കാനോടാണ്. അപ്പോൾ അതാണ് ഞാൻ പറയാം, പെട്ടെന്ന് എനിക്ക് ഇതിൻ്റെ ഒരു 30 ലക്ഷം രൂപ ഇതിന് മുമ്പ് ഇത് നമ്മളെടുത്ത ആൾക്ക് പെട്ടെന്ന് കൊടുക്കേണ്ടി വന്നപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ ഇതാണ്, നീ എൻ്റെ ആധാരം വെച്ചിട്ട് നീ എടുത്തോ. എനിക്ക് ദൈവത്തിൻ്റെ കൈ എനിക്ക് സഹായം കിട്ടുമെന്ന് പറയണം, കിട്ടിയെന്ന് പറയണ എൻ്റെ കാരണം പറയാം. ഇത് പെട്ടെന്ന് ഞാനത് എനിക്ക് ഒരുമിച്ചൊന്നും കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. അതെ, പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, മാസം നീ ഒരു തുക ആ സൊസൈറ്റിയിൽ അടച്ച് തീർത്ത് എനിക്ക് എടുത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അത് പുള്ളിയുടെ ഒരു വീട് ആണല്ലോ. പുള്ളിയുടെ മകളുടെ വിവാഹം പെട്ടെന്ന് ആയി. അപ്പോൾ അത് വിൽക്കേണ്ടി വന്നു, ആ വീട് വിൽക്കേണ്ടി വന്നു. വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അതിൻ്റെ ആധാരം എടുത്ത് കൊടുക്കണമല്ലോ. ആ മനുഷ്യൻ ചെയ്തെന്താന്ന് വെച്ചാൽ, പുള്ളി ആ വിറ്റ പൈസയിൽ നിന്ന് ഈ ആധാരം എടുപ്പിച്ചു. മനസ്സിലായോ? ഈ ആധാരം എടുപ്പിച്ചിട്ട് ബാക്കി ഫണ്ടുകൊണ്ട് പുള്ളിയുടെ മകളുടെ കല്യാണമൊക്കെ നടത്തി. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആ സൊസൈറ്റിയിൽ അടച്ചുകൊണ്ടിരിക്കുകയല്ലേ, ആ പൈസ എനിക്ക് ഇത്ര കാശ് ഞാനിപ്പോൾ സൊസൈറ്റിയിൽ അടച്ച് തീർത്തുണ്ട് ബാധ്യത, ആ പൈസ എനിക്ക് നീ മാസം ഇട്ടെന്നായിരുന്നു പറഞ്ഞു. നേരിട്ട് ഇക്കാക്ക് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് 2-3 കാര്യങ്ങളുണ്ടാവില്ല. ഒന്ന് പലിശ എൻ്റെ ഒഴിവായി. ആ 3 ലക്ഷം രൂപക്ക് പലിശ ഒഴിവായി. മാസം കൊടുത്താൽ മതി. അങ്ങനെ മാസം കൊടുത്താൽ തീർന്നു. മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ദൈവത്തിൻ്റെ ഒരു കൈ, അത് നമുക്ക് ദൈവം നേരിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ. അപ്പോൾ എൻ്റെ ദൈവമായിട്ട് ദൈവം ഏൽപ്പിച്ച ഒരാളാണ് കോയക്ക. മനസ്സിലായോ? അങ്ങനെ ഒരുപാട് എനിക്ക് അനുഗ്രഹങ്ങൾ അതുപോലെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളൂ. അന്ന് പറഞ്ഞാൽ ഞാൻ വലിയ നല്ല മനുഷ്യനാണെന്നൊന്നും അല്ലാട്ടോ പറയണം. എനിക്ക് മനസ്സിലായി. അതൊന്നും ഞാൻ പറയണില്ല. ഞാൻ പറയണത് എനിക്ക് ദൈവത്തിൻ്റെ ഒരു സഹായം എനിക്കെപ്പോഴും ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ അത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇക്ക ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ചോദ്യം നമ്മുടെ കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസം, മതവിശ്വാസം ഇക്കാനെ സ്വാധീനിച്ചിട്ടുണ്ടോ? അത് സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചത്? ഞാൻ എൻ്റെ കൂടെ രാഹുൽ എന്ന് പറഞ്ഞ ഒരു അനിയനുണ്ട്, അവൻ ഹിന്ദുവാണ്. എഡ്വിൻ എന്ന് പറഞ്ഞ ഒരു അനിയനുണ്ട്, അവൻ ക്രിസ്ത്യനാണ്. എല്ലാ ജാതിയും എൻ്റെ ഒപ്പം ഉണ്ട്. ഞാൻ അവരുടെയൊക്കെ വീട്ടിൽ ഇപ്പോൾ ഓണം വന്നാൽ അവരുടെ വീട്ടിൽ പോയി സദ്യ കഴിക്കും. ക്രിസ്മസ് വന്നാൽ അവർ വിളിച്ചാൽ അവരുടെ വീട്ടിൽ പോകും. എല്ലാ ആഘോഷങ്ങളും ഞാൻ ആഘോഷിക്കുന്നു. ഇവിടെ ഇപ്പോൾ ക്രിസ്മസ് വരുമ്പോൾ ഞാൻ പപ്പാനിയാവും. എനിക്ക് താടിയുണ്ട്, ആ ഡ്രസ്സ് മാത്രം ഇട്ടാൽ മതി. മനസ്സിലായോ? ഞാൻ പപ്പാനിയാവും. ഇവിടെ വരുന്ന കുട്ടികൾക്കൊക്കെ ഞാൻ മിഠായിയൊക്കെ കൊടുക്കും. അതെന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കണം എങ്ങനെ, ക്രിസ്മസ് പപ്പ വന്ന് സമ്മാനം തരും. ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ക്രിസ്മസ് പപ്പ വന്ന് സമ്മാനം. പക്ഷെ ഇവിടെ വരുന്ന കുട്ടികൾക്ക് ക്രിസ്മസ് പപ്പ സമ്മാനം കൊടുക്കും. അതെ, മനസ്സിലായി? അതെൻ്റെ ഒരു ഇതാണ്. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ വേഷം കെട്ടണം എന്തിനാ? ഇതെൻ്റെ ലോകമാണ്, ഇതെൻ്റെ സന്തോഷമാണ്, എനിക്കിത് ദൈവം തന്നതാണ്. മനസ്സിലായോ? എനിക്കിവിടെ എൻ്റെ അനിയന്മാരെ പോലെ കുറേ പേര്, എല്ലാവരെയും എന്നെ സ്നേഹിക്കണവരൊക്കെ എനിക്ക് ദൈവം തന്നാണ്. ഇതെൻ്റെ ലോകമാണ്. ഇവിടെ എനിക്ക് എന്ത് വേഷവും കിട്ടാം. ശരിയല്ലേ?
ഇക്ക പറഞ്ഞ കാര്യങ്ങളിൽ എപ്പോഴും ബന്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എസ്പെഷ്യലി അതിൻ്റെ അകത്ത് കുറച്ചും കൂടി ക്ലോസ് ചെയ്ത് പറഞ്ഞാൽ കുടുംബ ബന്ധമാണ്. ഇക്കയുടെ കൂടെ ഇക്കയുടെ അനിയൻ, ഫാമിലി, കൂട്ടുകുടുംബമായിട്ടാണ്. ആ ഒരു ബന്ധം ഇക്കാലത്ത് എങ്ങനെ നിലനിർത്താൻ പറ്റും? നിലനിർത്താൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ഇത് ഞാൻ പറഞ്ഞുതരാം. ശരിക്കും നിങ്ങൾ കാണുന്ന അൽസാജ് കിച്ചൻ്റെ ഓണർ ഞാനല്ല, ഇല്യാസാണ്. ഇല്യാസ് എന്ന് പറയുന്ന അനിയനാണ്. അവൻ്റെ പേരിലാണ് എല്ലാം. ഓക്കെ. ഞാൻ ശരിക്കും ഇത് പുറത്തുനിന്ന് നോക്കി നടത്തണ ഒരാളാണ്, മനസ്സിലായോ? അപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പം ഞാനും അനിയനും ആണല്ലോ. ഈ നമ്മുടെ ഇടയിൽ ആർക്കും തല്ല് പിടിപ്പിക്കാൻ പറ്റില്ല. അനിയന് ജ്യേഷ്ഠൻ ഞങ്ങളെ തല്ല് പിടിപ്പിക്കാൻ പറ്റില്ല. കാരണം എല്ലാം എൻ്റെ പേരിലാണെങ്കിൽ പലർക്കും പറയൂലേ ഇതൊക്കെ കഥ. ഈ ഇൻ്റർവ്യൂവിനായാലും മറ്റേ ചാനലിലായാലും യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എല്ലാത്തിലും അവൻ സൈഡ്. ലാസ്റ്റ് നിന്നെ സൈഡാക്കിയാലോ എന്ന് ചോദിച്ചാ അവൻ എടുത്ത വഴിക്ക് അവൻ മറുപടി അറിയും. ഇക്കാക്കടയിൽ ഒന്നുമില്ല, എല്ലാം എൻ്റെ ആണ്. ബാങ്ക് അക്കൗണ്ട് ഇക്കാക്കക്ക് 10 രൂപ വേണമെങ്കിൽ ഞാൻ കൊടുക്കണം, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവിടെ ഞങ്ങളെ തല്ലുപിടിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ആ ബന്ധം ഒരിക്കലും പോവില്ല. അതൊക്കെ ഞാൻ നേരത്തെ കണ്ട് ചെയ്ത കാര്യങ്ങളാ. നേരത്തെ അത് മുൻകൂട്ടി കണ്ടിട്ട് ചെയ്ത കാര്യങ്ങളാ, മനസ്സിലായോ? അല്ലെങ്കിൽ എൻ്റെ പേരിൽ എനിക്ക് ലൈസൻസ് കൊടുത്ത് എൻ്റെ പേരിൽ തന്നെ പോരായിരുന്നു. മനസ്സിലായോ? അപ്പൊ അതാ പറഞ്ഞ ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പ് എന്നുള്ളത് അതൊന്നുമില്ല. അവനാണ് ഇതിന്റെ ഓണർ. അത് എവിടെയും പറയാം. അല്ല, അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം ഞാൻ ഒരുപാട് ബന്ധങ്ങളിൽ കണ്ടിട്ടുണ്ട്. അനിയനും ചേട്ടനും കൂടി ഒരു ബിസിനസ് ചെയ്തിട്ട് അവര് തമ്മിൽ പിന്നെ മിണ്ടാൻ പറ്റാത്ത ശത്രുതയിലേക്ക് പോണത് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ എന്തായാലും ഞാൻ മരിക്കണവരെയും ഞാൻ ഒരാളായിട്ടും അങ്ങനെ എൻ്റെ അനിയൻ പോലും എന്നെ ഇന്ന് പിരിയരുത്. മനസ്സിലായി? എനിക്ക് അവനല്ലേ ഉള്ളൂ. എനിക്ക് പെങ്ങന്മാരൊന്നുമില്ല. പിന്നെ വന്ന് പെട്ട കുറേ പെങ്ങന്മാരൊക്കെയാണ്, അനിയന്മാരൊക്കെയാണ്. അപ്പം ആ ബന്ധങ്ങളിൽ ഒരിക്കലും ഒരു ഇത് വരാൻ പാടില്ല. ഇപ്പം ഇവിടെ എന്നെ വീഡിയോ ഒക്കെ ചെയ്യണ യൂട്യൂബർമാരില്ലേ, ഒരുപാട് പേരുണ്ട്. അത് എൻ്റെ അനിയന്മാരാ. ഒരാളും എൻ്റെ അടുത്ത് പൈസ വാങ്ങിച്ചിട്ടില്ല. എൻ്റെ വീഡിയോകളൊക്കെ ചെയ്യണത് അവർ വരും, ഫുഡ് കഴിക്കും, അവരിഷ്ടപ്പെട്ട് ചെയ്യണതാണ്. മനസ്സിലായോ? ഞാൻ അവരോട് പറയലാണ്, നിങ്ങൾ കൂടെ എൻ്റെ വീഡിയോ ഇട്ടാൽ നിങ്ങൾ കാശ് മേടിച്ച് പ്രൊമോട്ട് ചെയ്യണതാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചീത്തയേക്കണേന്ന് പറയും. മനസ്സിലായോ? അപ്പം അത് അവർ എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇതേപോലെ ഇരുന്ന് സംസാരിക്കാനും. ഞാൻ ഒരു സംസാരപ്രിയനാണ്. എനിക്ക് വർത്താനം പറഞ്ഞിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അതാണ് ശരിക്കും ഒരു മനുഷ്യൻ്റെ ഇതാണ്. അത് എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. എൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞിരിക്കാൻ താല്പര്യമുള്ള ഒരു വന്നാൽ ഞാൻ ചിലപ്പോൾ 1-2 മണിക്കൂർ ഇരുന്ന് വർത്താനം പറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അത് എനിക്കിഷ്ടമാണ്. അപ്പം അതിഷ്ടപ്പെടുന്ന എൻ്റെ അനിയന്മാരെ എന്നെ തേടി വരും. ഇവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച് അവർ പോവും. അതൊരു സന്തോഷമാണ്. അതെല്ലാവരും ഇപ്പം ഇവിടെ വന്ന് ആരൊക്കെ വന്നിട്ടുണ്ടോ പിന്നീട് എന്നെ തേടി വരുവരും. അതൊരു സന്തോഷത്തിൻ്റെ ഇതാണ്. അതാ പറയുക, ബന്ധങ്ങൾ മതി, പണമല്ല. പണം നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകണമല്ലോ. നമ്മൾ മരിച്ചു പോകുമ്പോൾ ആരെങ്കിലും ഒരാളെങ്കിലും പറയാം ആ ആളുണ്ടായിരുന്നെങ്കിലും അവിടെ നമുക്ക് വിജയമുള്ളൂ. അത് അയാൾ കോടിക്കണക്കിന് സമ്പാദിച്ചു പോയി എന്ന് പറയുന്നതൊന്നും കാര്യമില്ല. വിട്ടുവീഴ്ചകൾക്ക് വിട്ടുവീഴ്ചകൾ വിട്ടുവീഴ്ചകൾ വേണമല്ലോ. അത് നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ബന്ധങ്ങളിലാണെങ്കിലും നമ്മൾ കുറേ വിട്ടുവീഴ്ചകൾ ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തെറ്റായ കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണ്ട, മനസ്സിലാവുന്നുണ്ടോ? അല്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ. ഒരു കാര്യങ്ങൾ ചിലപ്പോൾ ഒരാൾ നമ്മളോട് ദേഷ്യം തോന്നി, അയാൾ പറയാണ് നീ ചെയ്തത് ഇന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് അതിന് ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം. ഇവിടെ വന്ന ഒരാൾ ഒരു സെലിബ്രിറ്റി ആയിട്ട് വന്നു. സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ, ചെറുപ്പം മുതൽ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുകാരൻ. ഈ ആള് കുറെ കൂട്ടുകാരും ഇയാളായിട്ട് വന്നു. ഇയാൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇതിൽ കൂടെ വന്നേക്കണ ആരെയും നമ്മളറിയില്ല. ഞാൻ ഈ വ്യക്തിനെയാണ് ഞാൻ സ്നേഹിക്കണ, ഞാൻ ഇഷ്ടപ്പെടുന്ന ഈ വ്യക്തിനെയുള്ള നമ്മൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഫുഡൊക്കെ കൊടുത്തു, വിട്ടു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു കമൻറ്റിൽ എൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്തു, താങ്കളെ എനിക്കിഷ്ടമല്ല, താങ്കൾ ശരിയല്ല,
എന്നൊക്കെ പറഞ്ഞ ഒരു കമന്റ് വന്നു. അപ്പൊ ഞാൻ അടിയിൽ തിരിച്ച് മറുപടി ചെയ്തു, എനിക്ക് താങ്കളെ അറിയില്ല, ഞാനിനി എൻ്റെ ബുദ്ധിമോശം കൊണ്ട് താങ്കളോട് എന്തെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തന്നെ. ഞാൻ എന്താണ് താങ്കളെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇയാളെ ഞാൻ നേരിട്ട് കണ്ടു. ഞാൻ അങ്ങോട്ട് ചെന്നു, നിങ്ങളൊരു കമന്റ് ഇട്ടിരുന്ന് കണ്ടിരുന്നു, താങ്കളെ ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ എടുത്ത വഴി പുള്ളി പറഞ്ഞത്, അന്ന് ഈ സെലിബ്രിറ്റി ആയിട്ട് വന്നപ്പോൾ, പിന്നെ ഈ സെലിബ്രിറ്റിയില്ലേ ഈ പാട്ട് പാടുന്ന വ്യക്തി, പേരൊന്നും പറയാനുള്ള ഈ വ്യക്തിയായിട്ട് ഭയങ്കര ഞാൻ കമ്പനിയായി. ഞാൻ പറഞ്ഞില്ല, എന്നോട് അടുക്കണവരായിട്ട് ഞാൻ പെട്ടെന്ന് അടുക്കും. തീർച്ചയായിട്ടും ഇയാള് എപ്പോ വന്നാലും എൻ്റെ അടുത്ത് വരും. അപ്പൊ ഈ വ്യക്തി പറയണ എന്താന്ന് വെച്ചാൽ, ഈ വ്യക്തി ഈ കുണ്ടെന്ന വ്യക്തിയില്ലേ, കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, ഈ വ്യക്തിനെ ആലുവയിൽ ഒരു കടയിൽ വെച്ചു ഈ വ്യക്തി എന്നെ കണ്ടു, പുറത്ത് വെച്ചിട്ട് ഞാൻ ഈ വ്യക്തിനെ മൈൻഡ് ചെയ്തില്ല. മനസ്സിലാവണ്ടോ? നിങ്ങളാണെങ്കിലും ഇപ്പൊ മമ്മൂക്ക വന്നു എന്ന് വെച്ചു, മമ്മൂക്കാടൊപ്പം കുറെ പേരുണ്ടാവും, നിങ്ങൾ മമ്മൂക്കാനെ ശ്രദ്ധിക്കും, ശരിയല്ലേ? കൂടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റില്ല. ചിലപ്പോൾ അടുത്ത പ്രാവശ്യം എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ മനസ്സിലായില്ല. പക്ഷെ പുള്ളിക്ക് എന്നോട് സംസാരിക്കാമായിരുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ ഇന്ന ആളുടെ ഒപ്പം വന്നത് ഞാനായിരുന്നു എന്ന് പറഞ്ഞ് സംസാരിച്ചിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഓക്കെ. പുള്ളി പറയണം ഞാൻ മൈൻഡ് ചെയ്തില്ല, അതാണ് പുള്ളിയുടെ ഒരു പരാതി. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ലല്ലോ അന്ന് എത്ര പേരുണ്ട്, നിങ്ങൾ 10-12 പേരുണ്ടായി, അതിൽ ഞാൻ ഒരു മുഖം ഓർത്തു വെക്കാന്ന് പറഞ്ഞാൽ, മറ്റേ മുഖം ഓർത്തു വെക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പം പോലെ ആരാധിക്കണ ഒരാളായ കാരണം ഞാൻ ഓർത്തു വെച്ചു. ഇതെനിക്ക് ഒന്നും നിങ്ങൾക്ക് പറയാമായിരുന്നു, ആ ആളുടെ ഒപ്പം വന്ന ആളാണ് കേട്ടോ, അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ മൈൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾ ക്ഷമിക്കാന്ന് പറഞ്ഞു ഞാൻ കൈ കൊടുത്ത് പോകുന്നു. അതൊക്കെ ഒരു ചെറിയ ഇതാണ്, അത് ഞാൻ നമ്മുടെ വിട്ടുവീഴ്ച. കാരണം ഞാൻ പറഞ്ഞില്ലേ, പുള്ളിയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ശരിയാണ്. ഏത് ഞാൻ സെലിബ്രിറ്റിനെ മാത്രം മൈൻഡ് ചെയ്തിട്ടുള്ളൂ, കൂടെ വന്ന ആളെ മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ കൂടെ വന്ന ആളെ എനിക്ക് അറിയില്ല. അതേസമയം അതിൻ്റെ കൂടെ വന്ന കുറേ പേരില്ലേ ഇപ്പം എൻ്റെ അടുത്ത സുഹൃത്തുക്കളാ. കാരണം അവർ പിന്നീട് വരുമ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ എന്നെ ആളുടെ ഒപ്പം വന്നാണ്. അങ്ങനെ പിന്നെ പരിചയപ്പെട്ടു. പിന്നെ അത് എൻ്റെ അനിയന്മാരെപ്പാ, അവരായിട്ട് ഞാൻ ഒരു ബിസിനസ് വരും ചെയ്യണം. മനസ്സിലായോ? ഇത് കൂടാതെ വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ? ചെറിയ രീതിയിൽ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമൊന്നുമല്ല, ചെറിയ രീതിയിൽ ഇങ്ങനെ കൂട്ടുകാരുടെ ഒപ്പം. അതിന് ഫണ്ടൊന്നും മുടക്കല്ലല്ലോ, നമ്മളുണ്ടെന്ന് കൂടെ നിർത്തി എന്നെ കൂടെ നിർത്തിയേക്കണതാണ്. അങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ. ഇതേവരെ എത്തിയത് ഒരുപാട് ആളുകളുടെ കൈത്താങ്ങുണ്ട്, അല്ലിക്കാക്ക് ഒരുപാട് ഉപദേശം കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ആ ഉപദേശത്തെ അത് എങ്ങനെയാണ് എടുക്കുന്നത്? ഉപദേശം എന്ന് പറയുന്നത് 2 രീതിയുണ്ട്. നമ്മൾ നന്നാവാൻ വേണ്ടിയുള്ള ഉപദേശമുണ്ട്. ഏത്? അതെ, നീ നന്നായിരിക്കണം എന്ന് വിചാരിച്ച് ഞാൻ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറയും. ആ ഒരു ഉപദേശമുണ്ട്. അന്ന് ഉള്ളില് നീ നന്നായവൻ വേണ്ട എന്നുള്ള രീതിയിലുള്ള ഉപദേശമുണ്ട്. നല്ല നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ നമ്മൾ സ്വീകരിക്കാം. മനസ്സിലാവും? അത് നമുക്ക് പറയുമ്പോൾ തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തുണ്ട്, അല്ലെങ്കിൽ ഈ പോണ വഴിയിൽ എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് പോലെ വരാം, ഞാൻ എന്നെ ചൂണ്ടിക്കാണിക്കാണ്, മോനെ ഇന്ന പോലെ ചെയ്യണ്ട, അത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അതൊരു നല്ല ഉപദേശമാണെന്ന് നമുക്ക് തോന്നി അത് സ്വീകരിക്കാം. ഇനി ആ പറയണത് നമുക്ക് തള്ളിക്കളയേണ്ട ഉപദേശമാണെങ്കിൽ അത് തള്ളിക്കളയാം. അപ്പൊ ആര് പറയണതും എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മളോട് ആരെന്ത് പറഞ്ഞാലും അത് കേൾക്കാം. നല്ലതാണെങ്കിൽ നമ്മൾ സ്വീകരിക്കാം, അല്ലാത്തതാണെങ്കിൽ ചെവിയിൽ തള്ളിക്കളയാം. എല്ലാവരോടും സന്തോഷമായിട്ട് പെരുമാറാം, ചിരിച്ച് സംസാരിക്കാം, സ്നേഹത്തോടെ പെരുമാറാം. നമ്മൾ സ്നേഹം അങ്ങോട്ട് കൊടുക്കാതെ ഇങ്ങോട്ട് സ്നേഹം കിട്ടണമെന്ന് പറയണത് ഒരിക്കലും ശരിയല്ല. ശരിയല്ലേ? നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കാതെ ഒരാൾ ഇങ്ങോട്ട് സ്നേഹിക്കൂല. നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുക എല്ലാവരും. ഞാനിപ്പോൾ പുറത്തൊക്കെ പോയാൽ എന്നെ വിളിക്കും, കാണണമെന്നൊരാഗ്രഹം എനിക്ക് അവിടെ ഉണ്ടാവും. മക്കളെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ പോയി കാണലാണ്. ആര് വിളിച്ചാലും ഞാൻ അങ്ങോട്ട് പോയി കാണലാണ്. ദുബായിൽ മാത്രമേ ഉള്ളൂ ആ ഒരു പ്രശ്നമുള്ളൂ. കാരണം നമുക്ക് ചിലപ്പോൾ എത്തിപ്പെടാൻ പറ്റൂല. അപ്പം ഞാൻ പറയും, ഇതില് ഇതുണ്ട്, ഞാൻ ഇന്ന സ്ഥലത്തൊക്കെ ഉണ്ടാവും, നിങ്ങൾ ആ വഴിക്കൊക്കെ വരാണെങ്കിൽ നമുക്ക് കാണാമെന്ന് പറയും. എന്നാലും ഞാൻ ലൊക്കേഷൻ ഇട്ടേക്കാൻ പറയും. നമ്മൾ പോണ വഴിയിലൊക്കെ ആണെങ്കിൽ അവരിറങ്ങി കാണാം. ഖത്തറിലൊന്നും വിഷയമില്ല, റോഡിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, നമുക്ക് എവിടെയും പോയി കാണാം. അങ്ങനെയാണ് നമ്മളെല്ലാവരുമായിട്ടും സ്നേഹത്തിൽ തന്നെ പോകണം, ആരായിട്ടും വെറുപ്പോ. ഇപ്പം നമ്മളിപ്പോൾ ഒരു കാറിന് പോകുന്നു, ശ്രദ്ധിച്ചോ, ഡ്രൈവിങ്ങിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വട്ടം വന്നു,
ചിലപ്പോൾ നമ്മളായിരിക്കും റോങ്, ഒന്ന് കയറി ചിലപ്പോൾ എടുത്ത വഴി അയാൾ തെറി പറയും. നമ്മളൊന്ന് മുഖത്ത് നോക്കി ചിരിച്ചു നോക്കിയേ, ആ തെറി പറയണ ആക്കട മുഖത്ത് നമ്മൾ നോക്കിയോ ചിരിച്ചു, അവൻ വിചാരിക്കും ഇയാൾക്ക് ഭ്രാന്താണെന്ന് വിചാരിച്ച് അവൻ പോകും. തിരിച്ച് നമ്മൾ ചീത്ത പറഞ്ഞാൽ ചിലപ്പോൾ അതൊരു വഴക്കാവും, പ്രശ്നങ്ങളാവാം, ചിലപ്പോൾ അത് വലിയൊരു, ചിലപ്പോൾ ആരെങ്കിലും മരണത്തിലേക്ക് വരെ കാരണമാവും. ഞാൻ ചെയ്യണതാണ്, ആരും എന്നെ ചീത്ത പറഞ്ഞാൽ ഞാൻ ചിരിക്കും. കാശ് കൊടുക്കില്ലാത്ത പണിയല്ലേ. അതെ. ഇക്ക വേറൊരു കാര്യം കൂടെ അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്. ഇക്ക പറയാറുണ്ട് എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞു. ആദ്യത്തെ ചോദ്യം, എങ്ങനെയാണ് ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുക? സാധാരണ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കണം ഞാൻ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഉള്ളിൽ വേദന ഉള്ള ആളാണ്. അതെ, എനിക്ക് പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, ഞാൻ ലോകത്തെ ഏറ്റവും സ്നേഹിക്കണ ഒരാൾക്ക് രോഗിയാണ്. അയാൾ അനുഭവിക്കുന്ന വേദനകൾ കാണുമ്പോൾ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റൂല. പക്ഷെ അതെൻ്റെ ഉള്ളിലാണ്, മനസ്സിലാവുന്നുണ്ടോ? ഞാനത് പുറത്ത് കാണിക്കാറില്ല. അപ്പോൾ ആ ആളെന്നെ ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾ ചിരിച്ച് കളിച്ച് നടക്കണല്ലേ, മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ എനിക്ക് ചിരിച്ച് കളിക്കാൻ, ഞാൻ പറയണല്ലേ, നമ്മൾ സങ്കടപ്പെട്ട് നമ്മൾ ഇരുന്ന അതുകൊണ്ടൊന്നും നേടാനില്ല. സങ്കടം ഉള്ളിലുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അത് ഞാൻ തരണം ചെയ്യാൻ തയ്യാറാണ്. അതിന് എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണോ, ഇനി ആ ആൾക്ക് എന്താ വേണ്ടത് അത് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്, മനസ്സിലായോ? ആ രീതിയിൽ നമ്മൾ കൊണ്ടുപോകും. നമ്മൾ നോക്കണില്ല, അങ്ങനെയൊക്കെയാണ് ഇല്ലാണല്ലോ അതിൻ്റെ, നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമുള്ളൂ. ഇത് ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കും. അതെങ്ങനെയൊക്കെ പഠിച്ചുണ്ടല്ലോ ഒക്കെ മാറ്റി തരാനൊക്കെ. സന്തോഷം എന്ന് പറയുമ്പോൾ, സന്തോഷം നമുക്ക്, സന്തോഷം സമയം അത് നമുക്കില്ല എന്ന് പറയണത് ഏറ്റവും വലിയ മണ്ടത്തരോ. ചിലർ പറയും എനിക്ക് ഒന്നിനും സമയമില്ല, എനിക്ക് എല്ലാത്തിനും സമയമുണ്ട്. ഇപ്പം നിങ്ങളുടെ മുമ്പിലിരിക്കണ ഞാൻ എല്ലാത്തിനും സമയമുള്ള ആളാണ്, മനസ്സിലായോ? ഞാൻ രാത്രി വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി കുളിക്കാം എന്ന് പറഞ്ഞാൽ ആരും പോയി കുളിക്കണ്ട കേട്ടോ. എൻ്റെ ഒപ്പം കുറേ അനിയന്മാരൊക്കെ ഉണ്ടാവും, ഞങ്ങളെല്ലാവരും പോയി കുളിക്കും. അല്ലെങ്കിൽ രാത്രി വല്ല മലയിലൊക്കെ പാട്ടുപാടിയിരിക്കും. അതൊക്കെ എൻ്റെ സന്തോഷങ്ങളാണ്. എനിക്ക് എല്ലാത്തിനും സമയമുണ്ട്. ഞാൻ എൻ്റെ ഭാര്യ കുട്ടികളായിട്ട് കറങ്ങാൻ പോവും, അനിയന്മാരായിട്ട് കറങ്ങാൻ പോവും, കടയിലുണ്ടാവും. എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് സമയമുണ്ട്. സമയമില്ല എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ ഒഴിഞ്ഞു മാറലാണ്. ചിലർ പറയൂലേ എനിക്കൊന്നിനും സമയമില്ല, അത് ശരിക്കും ഒഴിഞ്ഞു മാറലാണ്. ഭാര്യ ഒന്ന് പുറത്തു പോകാന്ന് പറയുമ്പോൾ പറയും ഇപ്പോൾ തിരക്കാണ്, എനിക്ക് വേറെ പരിപാടി ഉണ്ട്. അതൊക്കെ ഒഴിഞ്ഞു മാറില്ല. നമ്മൾ വിചാരിച്ച എല്ലാത്തിനും സമയം കണ്ടെത്താൻ സാധിക്കും. നന്നായി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ സമയം കണ്ടെത്താൻ പറ്റും. സിനിമ നടൻ സിദ്ദീഖ ഇക്കടെ ചേട്ടനാണെന്ന് ഇക്ക പറയണ്ടേ? ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് കോള് വന്നു. ഞാൻ സിദ്ദീഖാണ്, അപ്പോൾ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഞാൻ ഒന്നുമല്ല, ഒരു ചെറിയൊരു കടയോ നടത്തണം. എൻ്റെ കോല കണ്ടപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കൂല. കാരണം ഞാനിങ്ങനെ ഇതുകൊണ്ട് പോയി അടുക്കള ഭാഗത്തുകൂടെ ചെല്ലാം. അടുക്കള ഭാഗത്തുകൂടെ ചെന്ന്, കാരണം ഇത്രയും അറിയപ്പെടുന്ന ഒരാള്, ഋഷിയാസ് നിന്റെ അടുത്ത് അറിയില്ല വരാൻ പറഞ്ഞ, അപ്പുറത്ത് വരാൻ പറഞ്ഞു. ഞാൻ കൈയും കാലൊക്കെ വരച്ചു.